ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വരോട് ചുനങ്ങാട് റോഡിൽ പാടത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ പരാതിയിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ എം കെ ജയസുധ. വരോട് ചുനങ്ങാട് റോഡിൽ പാടത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ പരാതി ലഭിച്ചപ്പോൾ തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ചിരുന്നതായും ആ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ എം കെ ജയസുധ. ഇന്നലെ മാലിന്യം തള്ളിയതായി ബന്ധപ്പെട്ട ഒരു പരാതി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഇന്നലെ അവിടെ അന്വേഷണം നടത്തി വരികയും അവിടെ നിന്നും CCTV ഉൾപ്പെടെയുള്ള വാഹനം മാലിന്യം കൊണ്ടു തള്ളിയ വാഹനത്തിൻ്റെ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസിലേക്ക് അതിൻ്റെ അന്വേഷണത്തിനായിട്ട് ഇന്നലെ കൈമാറിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സംഭവം ഉണ്ടാവുകയും ആളുകളെ പിടിച്ചപ്പോൾ മുൻ കൗൺസിലർ മാപ്പ് നൽകി പറഞ്ഞുവിട്ടുവെന്നുള്ള ജനങ്ങളുടെ ആരോപണത്തെ തള്ളുകയാണ് ആ വാർഡിലെ മുൻ കൗൺസിലറും നിലവിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സബിത. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സംഭവം ഉണ്ടായതായും പരാതി ലഭിച്ചപ്പോൾ തന്നെ ഇടപെടൽ നടത്തിയിരുന്നതായും മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നും സബിത പറഞ്ഞു. ഇതിൻ്റെ മുൻകാലങ്ങളിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ കൗൺസിലറായിരുന്നു. ആ സമയത്ത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് വീടുകളും അതുപോലെ കിണറുകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പാടത്ത് അത് തള്ളിയതിൻ്റെ അവസ്ഥയിൽ നമുക്ക് കാണാനിടയായി. അപ്പോൾ നമ്മൾ ഹെൽത്ത് വിഭാഗത്തിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് വിഭാഗം വന്ന് അവിടെ പരിശോധിക്കുകയും അതിനെതിരെ തള്ളിയവർക്കെതിരെയുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് വിഭാഗം അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ തള്ളി എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ അതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ മാലിന്യം തള്ളിയ ആളുകൾക്കെതിരെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി എടുക്കണമെന്ന് മാത്രമാണ് നമ്മളന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ തന്നെ വാർഡിലെ മറ്റ് പ്രദേശങ്ങളിൽ മാലിന്യ പ്രശ്നം വന്നപ്പോഴും ഇടപെടൽ നടത്തി മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നതായും കൗൺസിലർ സബിത വ്യക്തമാക്കി. ആ മുരുക്കുംപറ്റ റോഡിൽ രണ്ട് സൈഡിലും ഈ കക്കൂസ് മാലിന്യം അല്ലാത്ത അവിടെ ഒരുപാട് കൃഷിക്കാർ പാടത്ത് കൃഷി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മാലിന്യങ്ങൾ ചാക്കുകളിൽ മാലിന്യം കൊണ്ടുവന്നിടൽ, അതുപോലെ വീടിൻ്റെ ആവശ്യമില്ലാത്ത ക്ലോസറ്റ്, അങ്ങനെയുള്ള കുപ്പി ചില്ലുകൾ, മദ്യപിച്ചിട്ടുള്ള സംഭവങ്ങൾ, എല്ലാ സംഭവങ്ങളും അവിടെ ഇടല്, പാമ്പ് ചത്തതടക്കം കൊണ്ടുവന്നിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിവിടെ ആരോഗ്യ വിഭാഗം വന്ന് ഫെമിൻ ഇരുന്ന സമയത്ത് നമ്മൾ ഹെൽത്ത് വിഭാഗം വന്ന് അവിടെ പരിശോധിച്ച് അവിടെ ആ കാട് വെട്ടിയിട്ട് അത് അവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളവിടെ ആ പാടത്തിൻ്റെ നടുവിലായിട്ടൊരു മാലിന്യം വലിച്ചെറിയരുത് പറഞ്ഞിട്ട് നമ്മളൊരു ബോർഡടക്കം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെതിരെ മാലിന്യം തള്ളിയവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം